ഗൈസ് ഹലോ വെൽക്കം ബാക്ക് ടു മാക്രോ ഗൈസ്. ഗൈസ് ഇന്ന് ഞങ്ങളിത് സമയം ഇപ്പം എത്ര മണിയായി? 8 മണി ആയതേ ഉള്ളൂ. ഞങ്ങൾ 1 വീക്കിലേക്കുള്ള പച്ചക്കറിയും സാധനങ്ങളും മേടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് ഗൈസ്. അതും എവിടെ? അൽദിയിൽ. അപ്പം ഇന്നത്തെ വ്ലോഗ് എന്നാണ് പറഞ്ഞോ? ഗ്രോസറി ഷോപ്പിംഗ് ഫോർ 1 വീക്ക്. ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം നേരെ നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടെ വെട്ടമൊക്കെ കുറവാണ്, അപ്പം ക്ലാരിറ്റിക്ക് സീൻ കാണും. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഗൈസ് നമുക്കിത് ഇവിടെ 1 പൗണ്ട് ഇതിൻ്റെ അകത്തിട്ട ഈ ഉണ്ടി കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ഗൈസ്. തിരിച്ചത് അവിടെ കൊണ്ട് ഇടാൻ നേരത്ത് നമുക്ക് ആ 1 പൗണ്ട് തിരിച്ച് കിട്ടും. അതിനകത്തേക്ക് പോവാം. ഇതാണ് ഗൈസ് ഞങ്ങൾ അൽദി വീടിൻ്റെ അടുത്ത. അകത്തേക്ക് കയറാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇതാരും ട്രെയിനിലില്ല, കയറി നിങ്ങൾ പോ. ഞങ്ങളങ്ങനെ അകത്തേക്ക് കയറി. ഇതാണ് ഞങ്ങളുടെ അൽദി ഗൈസ്. എന്താണ്? സ്ട്രോബെറി ഗൈസ്. സ്ട്രോബെറി അല്ല, ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്ട്രോബെറി എടുക്കാം. അവള് നല്ലത് നോക്കി കണ്ടുപിടിക്കുകയാണ്. നമ്മളിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താവും നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ എപ്പോൾ വന്നാലും ഒരു പഴം എടുക്കും. കാരണം നമ്മൾ മിക്കപ്പോഴും രാവിലെ ജോലിക്ക് പോകുമ്പോൾ ആരും ഒന്നും കഴിച്ചിട്ടായിരിക്കില്ല പോകുന്നത്. പെട്ടെന്ന് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണ് ബനാന. പിന്നെ മധുരക്കറി, നമ്മളിവിടെ വന്നിട്ട് മധുരക്കറി ഒക്കെ വെക്കാറുണ്ട്. മറ്റേ പൈനാപ്പിൾ ഇട്ടുള്ള മധുരക്കറി. നമ്മളതിന് വേണ്ടി പൈനാപ്പിൾ എടുക്കും. പഴുത്താണോന്നൊന്നും അറിയത്തില്ല. ഇവിടുത്തെ പൈനാപ്പിളിന് വേണ്ടി മധുരമൊന്നും കാണില്ല. മധുരമില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ചീത്തയായിട്ട് മറ്റേ എന്താ പറയാ, മൂപ്പാവാതെ പറിക്കുന്നതായിരിക്കും. അടുത്തത് പിന്നെ നാരങ്ങ എടുക്കുന്ന വെള്ളം കുടിക്കാനൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ചുമ്മാ എന്തിലേലും മാരിനേറ്റ് ചെയ്യാനിതാണ്. ഇവിടെ പിന്നെ എല്ലാ സാധനവും നമ്മൾ നോക്കിയെടുക്കണം. കാരണം കൂടുതലും ചീഞ്ഞതായിരിക്കും കാണുന്നത്. പിന്നെ ഈ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ എല്ലാ സാധനവും അവിടെ ഇവിടെയും കീറിയും പറിച്ചും പൊടിച്ചൊക്കെ ഇട്ടിട്ട് പോകും. പിന്നെ നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് ഫ്രൂട്ട്സിലെടുക്കുന്ന. നമ്മളാകെ പഴവും ഓറഞ്ചും മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ വെറുതെ ഒരു സ്ട്രോബെറി എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, എടുക്കാൻ പറ്റി. ഫ്രൂട്ട്സ് സലാഡ് ഉണ്ടാക്കുന്നില്ല. നമ്മളവിടെ പോയി ചകയുവാണ് അവർ. ഞങ്ങളുടെ ഫ്രൂട്ട് സലാഡിന്റെ വീഡിയോ ആണെങ്കിൽ കമന്റ് ചെയ്യാം. എല്ലാരും നല്ല ഓറഞ്ച് എടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഗൈസ്. സൗണ്ട് എന്തോരം കേൾക്കൂന്ന് അറിയത്തില്ല. നമ്മൾ മാക്സിമം സൗണ്ടിലാണ് പറയുന്നത്. നീ ഓരോ സാധനങ്ങളെ കാണിച്ചു കൊടുക്കും. ഗ്രീൻ ആപ്പിൾ. ഓ, ഇത് ഗ്രീൻ ആപ്പിൾ. ഇതൊക്കെ നാട്ടിലുള്ളതൊക്കെയാണ്. ഇവിടെ ആൾക്കാർ മെയിനായിട്ട് അച്ചാർ ഇടുന്ന ഗ്രീൻ ആപ്പിൾ. ഇവിടെ അച്ചാർ ഗ്രീൻ ആപ്പിൾ ഇട്ട് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇട്ട് നോക്കിയിട്ടില്ല. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയും. ചെറിയ വ്യൂ ഇവിടത്തെ കാണിച്ചു തരാം. ഇവിടെ മൊത്തം അവക്കാഡോ ഒക്കെ ഉണ്ട് ഗൈസ്. ഇത് ഞങ്ങൾ ഇടയ്ക്ക് മേടിക്കുമായിരുന്നു ഷെയ്ക്ക് അടിക്കാനായിട്ട്. ഇത് പിന്നെ ആപ്പിൾ, പലതരം ആപ്പിൾ ഉണ്ട് ഇവിടെ. പിന്നെ മറ്റേ ടൊമാറ്റോ, ബേബി പ്ലം ടൊമാറ്റോ കണ്ടില്ലേ? ഇങ്ങനെ സെക്ഷൻ അവർ ഇതുവരെ എടുത്ത് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കഴിഞ്ഞു ഇവിടുത്തെ സെക്ഷൻ? നമ്മൾ ഫ്രൂട്ട് സലാഡിന് വേണ്ടി ആപ്പിളും കൂടെ എടുക്കുന്നുണ്ട്.
ഇതിന്റെ എത്ര രൂപയാണെന്ന് നിങ്ങൾ പറഞ്ഞൊന്നുമില്ല. ഇത് ഇപ്പം എടുത്തിരിക്കുന്ന എല്ലാ സാധനത്തിനും 1 പൗണ്ടാണ്. അതിൽ മറ്റേ സ്ട്രോബെറിക്ക് മാത്രം 1.99, ഈ ആപ്പിളിന് 1.39. ബാക്കി നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാം ഓരോ പൗണ്ടിൻ്റെ ഐറ്റംസ് ആണ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത നമ്മൾ തക്കാളി എടുക്കണം. ടൊമാറ്റോ, സാലഡ് ടൊമാറ്റോ. ഇതിന് 1 പൗണ്ട് താഴെയാണ്, 95p ഉള്ളൂ. നമ്മളെല്ലാം പീൻ്റെ ഐറ്റംസ് എടുക്കാറുള്ളൂ. ഇവിടെ വിലക്കുറവ് അൽഡിയിൽ കുറെ കടകളുണ്ട്. അൽഡി, അസ്ദ, ലിഡിൽ, ഹോം ബാർഗിൻസ് അല്ല മോറിസൺസ്. അതെ, അതിനകത്ത് ഏറ്റവും ചീപ്പ് അൽഡിയാണ്. നമ്മള് മെയിനായിട്ട് അൽദിയിലും അസ്ദയിലും. ലിഡില് പണ്ട് ഏറ്റവും കൂടുതൽ പൊക്കോണ്ടത് ലിഡിലായിരുന്നു. ഇപ്പൊ ലിഡിൽ ദൂരെ ഏറ്റവും അടുത്ത് അൽദിയ. പിന്നെ അസ്ദ ഉണ്ട്, അത് പക്ഷേ കുറച്ച് മാറിയ വലിയ അസ്ദ അല്ലേ. നമ്മള് മീറ്റ് സെക്ഷനിലോട്ട് പോവാണ്. നമുക്ക് ഇനി മീറ്റ് എടുക്കാം. ഞങ്ങൾ മീറ്റിന്റെ സെക്ഷൻ എത്തി. ഞങ്ങൾ മെയിനായിട്ട് എടുക്കുന്നത് ഈ ചിക്കനാണ് ഗൈസ്. നമ്മളിങ്ങനെ നോക്കി ഏറ്റവും വെയിറ്റ് കൂടിയത് ഏതാന്ന് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അവിടെ പോയി നമ്മൾ തപ്പണം. ഇവിടെയൊക്കെ ഈ ചിക്കൻ മന്നി ഇങ്ങനെയാട്ടോ. ഹോൾ ചിക്കനാണ് നമ്മൾ ഹോൾ ചിക്കൻ എടുക്കാറ്, കട്ട് പീസ് എടുക്കാറുണ്ട്. നമ്മൾ വീട്ടിൽ കൊണ്ട് നമ്മൾ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം ഇവനൊക്കെ കട്ട് ചെയ്യാൻ പ്രോയാ. നമ്മുടെ ഇവിടുത്തെ റേറ്റ്, നമ്മൾ എടുക്കുന്ന റേറ്റ് ഇതാട്ടോ, 89 pence. നാട്ടിലൊരു 400 രൂപയുടെ അടുത്ത് വരും ഒരു ചിക്കൻ. ഇവിടുത്തെ ചിക്കൻ്റെ വില കുറവാണ് ബാക്കി കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ബാക്കി 4ഉം 5ഉം ഇതുപോലെ ഫുൾ ചിക്കൻ കയറി നിൽക്കാനാണ് ഉദ്ദേശിച്ച്. 4ഉം 5ഉം പൗണ്ടൊക്കെയാണ്. ഇങ്ങനെ ഗൈസ് ഞാൻ ഒരു 1.6 കിലോയുള്ള ചിക്കൻ എടുത്തു. ഓക്കെ, അങ്ങനെ ജഗ്ഗു കണ്ടുപിടിച്ചു ഗൈസ്. അവളെടുത്ത ചിക്കൻ്റെ ഇതെന്ന് പറയാൻ നേരത്ത് ഇവിടെ ഇത് കണ്ടോ, വെയിറ്റ് കണ്ടോ. ഈ വെയിറ്റ് വെച്ച് നമ്മൾ കൂടിയ ഇത് നോക്കിയാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും. ഓയില് നീ കാണിച്ചു കൊടുക്കും, ഓയിലൊക്കെ. പക്ഷെ നമ്മൾ ബൾക്കായിട്ട് എത്ര കിലോയുടെ 5 കിലോയുടെ ബൾക്കായിട്ട് നമ്മൾ ഓയിൽ മേടിച്ചു വെച്ചേക്കുവാണ്. ഇതുപോലെ മേടിക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ്. നമ്മളത് ബൾക്കായിട്ട് ഇവിടെ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ട് നമ്മൾ എടുക്കും. ഇന്ത്യൻ അല്ലേ, ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് അവിടെ പോയിട്ടാണ് നമ്മൾ ഓയിലൊക്കെ മേടിക്കുന്നത്. മാഞ്ചസ്റ്റർ സൂപ്പർ സ്റ്റോർ, വേൾഡ് വൈഡ്, ഇതൊക്കെ നമ്മുടെ ഏഷ്യൻ ഐറ്റംസ് കൂടുതലും നമ്മുടെ ഐറ്റം കിട്ടുന്നത്. നമ്മൾ പിന്നെ അവിടെയും നേരത്തെ പോയി ചിക്കനൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന അവിടെ നിന്നായിരുന്നു. അവിടെ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റ് ഇതായിട്ട് കിട്ടും. പിന്നെ നമ്മൾ റേറ്റ് വെച്ച് നോക്കാൻ നേരത്ത് ഇതാണ് നമുക്ക് ലാഭം. ഇനി നമുക്ക് എന്താ ബീഫ് എടുക്കാം. ബീഫാണ് ഗൈസ്. ബീഫ് എടുക്കുമ്പോൾ നോക്കിയെടുക്കണം, ഇല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും. എല്ലാ ബീഫും ഒന്നും നല്ലൊരു ടേസ്റ്റ് കാണില്ല. നമ്മൾ നോർമലി ഒന്നല്ലേ ജോയിന്റ് എടുക്കാറില്ല, ബ്രിസ്ക്കറ്റ് എടുക്കും, അല്ലെങ്കിൽ വേറെ മെയിനായിട്ട് നമ്മൾ ബ്രിസ്ക്കറ്റാണ് നോക്കിയെടുക്കുന്നത്. അപ്പം ഞാനിനി അതൊന്ന് പോയി തപ്പട്ടെ. ഇതാണ് അവള് പറഞ്ഞ ഐറ്റം. ഏത് ഇതല്ലേ? ഇതൊക്കെ പല ടൈപ്പ് ബീഫ് ബ്രിസ്ക്കറ്റ്. അതിന് എത്ര റേറ്റ്? എത്ര? അത് പാക്കറ്റിലാണ്, പെർ കിലോയ്ക്ക് അതിന് റേറ്റ് വരുന്നത്. നമ്മളിവിടെ ടൈം എടുത്ത് നമ്മളിവിടെ തപ്പി ഇതൊക്കെ എടുക്കണം, നോക്കിയൊക്കെ എടുക്കണം. നമ്മൾ മറ്റേ ഡ്രസ്സ് എടുക്കാൻ പോണ കൂട്ട് തന്നെയാണ് മറ്റേ ഇവിടെ സാധനം എടുക്കാൻ വന്നത്. നല്ല ഐറ്റം നമ്മൾ തന്നെ നോക്കിയും കണ്ടുപിടിക്കണം. ഇടയ്ക്ക് ഇവിടെ നമുക്കുണ്ട്. എത്ര കിലോയുടെ ബീഫ് അടി നമ്മൾ മേടിച്ചത്? നമ്മൾ 2.5 കിലോ. അത് എത്ര പൗണ്ടിന്? 9 പൗണ്ടോ? ഓഫർ ഉണ്ടെന്നല്ലേ? ഇത് 1 കിലോയേ ഉള്ളൂ. 1 കിലോയേ ഉള്ളൂ. ഇതിലേതാ വേണ്ടേ? കുറെ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം ഇവർ രണ്ടും കൂടെയാണ് എടുക്കുന്നത് ഗൈസ്. ഞാൻ അടുത്ത സെക്ഷൻ ഏതാണ്? നമ്മൾ മെയിനായിട്ടും മീറ്റ് ചിക്കനിലാകുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ.
പിന്നെ ഫിഷ് എടുക്കും. സോറി, ചിക്കനും ബീഫും മാത്രമേ എടുക്കാറുള്ളൂ. നമ്മൾ മറ്റേ ന്യൂ ഇയർ സ്പെഷ്യലിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മട്ടൺ ട്രൈ ആയിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് മട്ടൺ ലാമ്പ് കിട്ടും. നമ്മൾ അങ്ങനെ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. മട്ടൻ കറിയുടെ വീഡിയോ കാണാത്തവർ പോയി കാണുക. പ്രൊമോ ഫ്രെയിമിലില്ല. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരാൻ നേരത്ത് ഓരോരോ സാധനങ്ങൾ കാണും. അങ്ങനെ നമ്മൾ എടുക്കാറല്ലാണ്ട് നമ്മൾ വലിയ പ്ലാൻ ചെയ്തൊന്നും അല്ല വരാറുള്ളത്. അപ്പം നമുക്ക് ഇനി ഇതിലേ പോയിട്ട് അവിടെ പോയി മിൽക്ക് എടുക്കാം അടുത്തത്. അല്ല, അതിന് മുന്നേ ജ്യൂസസ് ഉണ്ട്. നമ്മൾ ജ്യൂസൊക്കെ മേടിച്ച് വെക്കും. അപ്പം അതൊക്കെ നോക്കാം. ഓക്കെ ഗായ്സ്, അങ്ങോട്ട് പോവാം. അതെ, ജ്യൂസ് സെക്ഷൻ വന്നു. ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇടിയാ ഗായ്സ്. ഇവരെയൊക്കെ ഫ്രെയിമിൽ കിട്ടാൻ തന്നെ പാടാണ്. പിന്നെ ഏതാ വേണ്ടത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തു. ഇവർക്കൊക്കെ ഏത് ജ്യൂസാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാറ്. ഇന്നിപ്പോൾ എല്ലാവരും മാറി മാറി ഇങ്ങനെ നിൽക്കുക. നിനക്ക് ഏതാ വേണ്ട ജ്യൂസ്? എനിക്ക് മറ്റേ ഇത് മതി, ലൈം. അവിടെ പോയി ഞാൻ ലൈം എടുത്തോളാം, സ്പാർക്ലിംഗ് വാട്ടർ എടുത്തോളാം. അവർക്കൊന്നും വേണ്ട. ഇതാണ് നമ്മുടെ പാലിൻ്റെ സെക്ഷൻ. പിന്നെ നമ്മൾ എടുക്കണ ഈ സെക്ഷനിലെ വലുതാണ് എടുക്കണത്. ഇന്ന് അതില്ല, നമ്മൾ ചെറുതെടുക്കാൻ പോകുന്നത്. ഇത് നഷ്ടമായി. ഇത് മേടിക്കുന്ന നഷ്ടമാണ്. ആ വലുത് എത്രയും സ്കിം. അതെ, ഇതാണ് നമ്മൾ എടുക്കണത്. ഇത് വെള്ളം ചേർത്ത് തന്നെ പാലാണ്. നമ്മളിത് വെള്ളം സെമി സ്കിംഡ് ആണ്. എന്ന് വെച്ചാൽ ഇത് ഇച്ചിരി വെള്ളം ചേർത്ത് വന്നതും മറ്റേത് വെള്ളം ചേർത്ത് അത് കാണിച്ച് ഇത്ര ഒരു ക്യാൻ. ഈ ഒരു ക്യാനാണ് നമ്മൾ എടുക്കുന്നത്. ഇത് 2 ലിറ്ററിന്റെ ക്യാൻ. ഇത് എത്ര? 3 ലിറ്ററിന്റെ ക്യാൻ. അപ്പം ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. പാലൊക്കെ എടുത്ത് ഇനി നമ്മള് യോഗ സെക്ഷനിൽ വന്നു. ഇവിടെ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എടുക്കാറില്ല. കൂടി പോയ യോഗട്ട് എടുക്കാം. അത് എപ്പോഴും ഒന്നും എടുക്കാറില്ല. ഇന്നിപ്പം വീട്ടിൽ ഇരിപ്പില്ല യോഗട്ട്. അത് തീരാറായി. നമുക്ക് മോരുകറിയാണ് മെയിൻ. അപ്പൊ നമുക്ക് യോഗട്ട് ഇല്ലാണ്ട് നമുക്കൊരു ജീവിതം ഇല്ല ഇവിടെ. അപ്പൊ നമുക്ക് ഈ സെക്ഷനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. വെറൈറ്റി സാധനങ്ങളെല്ലാം കിട്ടും. ഇവിടെ സാധനങ്ങൾ കുറവാണ്. പിന്നെ ഉണ്ട്, പക്ഷെ ബാക്കി അധിക സാധനങ്ങളൊന്നുമില്ല. ഫ്ലേവേർഡ് യോഗട്ട് ട്രൈ ചെയ്യുന്നുണ്ടോ? മേടിച്ചിട്ട് വേണ്ട. ഇന്ന് കഴിച്ചത് ഇഷ്ടപ്പെട്ടു, പക്ഷേ പൈസ കൊടുത്ത് മേടിക്കുന്നില്ല. ഫ്രീ ആയിട്ട് കിട്ടിയ കാരണം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ജഗ് മേടിച്ചോണ്ട് തന്നേജ് ഗൈസ്. അത് ഇവന്റെ യാക്കോൾട്ട്. ഇത് പണ്ട് ലുലു മാളിൽ പോയി മേടിച്ച സാധനം. ഇതാ ഇതാണ് നമ്മൾ യോഗട്ട് എടുക്കുന്നത് ഗൈസ്. നീ എന്നെ ആദ്യം എടുത്തിട്ട് മാറ്റിയത്? അത് ചളിങ്ങിയിരിക്കുന്നു. എനിക്കൊരു ഭംഗി തോന്നിയില്ല. ഇതിന്റെ 1.89 ആണോ? നേരത്തെ ഞങ്ങൾ വന്ന ടൈമിൽ യോഗട്ടിനൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും കൂടെ വില കൂടിയിട്ടുണ്ട്. യോഗട്ടിനൊക്കെ 2 പൗണ്ട് അടുത്തെത്തി വന്നു. ഇൻഫ്ലേഷൻ കാരണമാണ് അർജുൻ പറയുന്നത്. ഡയറ്റ് കോള വേണോ? 55p. ഡയറ്റ് വേണ്ട, ഇതൊന്നും വേണ്ട. ഇതൊക്കെ എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം. എനിക്കിവിടെ ഇഷ്ടമുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം ഗൈസ്. അത് ആരും ഒരു മേടിച്ചു തരാറില്ല.
ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. ഇത് നമ്മുടെ ഈസ്റ്ററിന്റെ ഇവിടെ ഓൾറെഡി ഈസ്റ്റർ ഇനി ഒരു മാസം ഉണ്ടായിട്ട് എല്ലാ സാധനങ്ങളും ഈസ്റ്ററിന്റെ വന്നു കഴിഞ്ഞു. ഇവിടെ എല്ലാം നേരെ ഒരു മാസം മുന്നേ. ക്രിസ്മസ് കഴിഞ്ഞത് ഈസ്റ്ററിന്. ഇതൊന്നും നമ്മളങ്ങനെ മേടിക്കാറില്ല. പക്ഷെ നമ്മള് നാട്ടിൽ വരുന്നുള്ളതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നാട്ടിൽ കൊണ്ടുവരാൻ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നാട്ടിലെ പെട്ടി ഞാൻ സീഡ്സ് ഒക്കെ കാണിച്ചു തരാം. മൊത്തം ഈസ്റ്റർ എഗ് ആണ് ഗൈസ്. ഇതൊക്കെ കണ്ടോ ഗൈസ്, പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഇതൊക്കെ ഇവര് എനിക്ക് മേടിച്ചു തരുന്നതായിരിക്കും ഗൈസ്. ഇത് ഒരു തവണ ഇതൊക്കെ മേടിച്ച് ഇതിൻ്റെ അകത്തൊക്കെ പൊള്ളയാ. ഇത് ചോക്ലേറ്റ് ആന്നേ ഉള്ളൂ, അകമൊക്കെ ഒന്നും കാണിയല്ല. സെലിബ്രേഷന്റെ മുട്ട ആ മുട്ട പൊട്ടിക്കുമ്പോൾ അതിനകത്തുനിന്ന് കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻസ് ഇറങ്ങി വരും. ആണോ? അതെനിക്ക് അറിയാൻ പാടില്ലല്ലോ. അത് പറഞ്ഞാൽ മേടിച്ച് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും വീഡിയോയിലൂടെ. ഇവൻ കൊച്ചു പിള്ളേരെയൊക്കെ കഷ്ടം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സാധനമാണെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ? വേറൊന്നുമല്ല ഗൈസ്, കിൻഡർ. ഇതാണ് ഗൈസ് ഞാൻ ഇച്ചിരി മുന്നേ പറഞ്ഞു എനിക്ക് വേണ്ട സാധനം. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ എടുക്കാറുള്ളൂ. ഇങ്ങനെ ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇങ്ങനെ എടുക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇടുക. ഇതാണ് ഇവിടെ നടക്കുന്നത് എപ്പോഴും. ഇത്തോണം വീഡിയോയിലെങ്കിലും കാണിക്കാൻ പറഞ്ഞ എടുക്കടി. ഇവിടെ 100 രൂപയാണ് ഗൈസ് കിൻഡർ ജോയ്ക്ക്. 100 രൂപ. ചേച്ചിക്ക് വേണോ? നിനക്ക് വേണോ? ഭൂരിപക്ഷത്തിന്റെ ഇതാ. ഇതാണ് ഇവിടെ നടക്കുന്നത് മെയിൻ ആയിട്ടുള്ള. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഇവിടെ ഇഷ്ടംപോലെ സാധനം ടിൻഡ് കിട്ടും. ടിൻഡ് ടൊമാറ്റോ, ബീൻസ്. അപ്പൊ അത് ആ സെക്ഷൻ ഓരോന്ന് എടുത്ത് കാണിക്കും. എടുത്ത് കാണിക്കാൻ ഉദ്ദേശിച്ച ഇങ്ങനെ എടുത്ത് കാണിക്കാനാ. ഈ അവള് പറഞ്ഞ ക്യാൻ ടൊമാറ്റോ, അവിടെ ബീൻസ് ഉണ്ട്. അവിടെ പ്യൂരി നമുക്ക് ഏറ്റവും എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ. പെട്ടെന്ന് അത് കണ്ടില്ല. അത് പ്യൂരി ടൊമാറ്റോ പ്യൂരി. ഇതാണ് പറഞ്ഞ ഐറ്റം. നമുക്ക് എന്തിലേലും ടൊമാറ്റോന്റെ പേസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇത് മേടിച്ചങ്ങ് ഉപയോഗിച്ചാൽ. ടൊമാറ്റോ ഉണ്ട്, പ്യൂരി ഉണ്ട്, എന്താണ് ബീൻസ് പീൽഡ് ഉണ്ട്, ചെറി ടൊമാറ്റോ ഉണ്ട്, കിഡ്നി ബീൻസ്. ഇതൊന്നും നമ്മൾ മേടിക്കാറില്ല. ഇതൊക്കെ നമ്മൾ ഒരു തവണ മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ കിഡ്നി ബീൻസ് പക്ഷേ ദുരന്ത സാധനമായിരുന്നു ഗൈസ്, പറയാലോ. ഇവിടെ ഉള്ളവരൊക്കെ വൻപയറാന്ന് ഓർത്താണ് മേടിച്ചത്. ആദ്യമായിട്ട് വന്ന സമയത്ത് മേടിച്ചതാണ്. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. നമുക്ക് എടുക്കാനുള്ള സബോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ, കിൻഡർ ജോയിയോ, വെളുത്തുള്ളി, അതൊക്കെ എടുക്കാൻ നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. ഇവിടെ ഓഫ് ഇട്ടിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഓഫ് വരും. ഇതൊക്കെ മറ്റേ ചെടിയായിട്ട് തന്നെയുള്ള കൊറിയാണ്ടർ ലീഫ് അല്ലേ ഇത്? മല്ലിയില. മല്ലിയില അല്ല, നമ്മളിത് ഇഷ്ടംപോലെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ചീഞ്ഞു പോയി. ഇതിന് തണുപ്പും ഇതൊക്കെ വേണം. നമ്മള് ഹീറ്ററൊക്കെ ഇടാൻ നേരത്ത് നടക്കുകയില്ല. നമ്മുടെ ഉപ്പ് തീരാറായി. ഉപ്പെടുത്തു ഗൈസ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഇതുപോലെ ക്രഷ്ഡ് ചില്ലി, ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, പാപ്രിക്ക എല്ലാം ഉണ്ട്. ഇത് വേണം. ഒറിഗാനോ, പാഴ്സ്ലി. ഇപ്പൊ അവൻ കാണിച്ച ഈ ഫ്രഷ് പാഴ്സ്ലി ഉണക്കിക്കൊടുക്കാണ്. ഇതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനം അതൊക്കെ മറ്റേ ഫ്ലേവറിനും ഇതിനൊക്കെ പറ്റിയതാണ്. ഇനി നമ്മുടെ ഈ സെക്ഷനിൽ വരാൻ നേരത്തെ ആദ്യം എടുക്കണ മുളകാണ്. ഇവിടെ എപ്പോ വന്നാലും മുളക് കാണില്ല. അപ്പൊ കാണുമ്പോ ഞങ്ങൾ എടുത്തെടുത്ത് വെക്കും. എന്താ ഇവിടെ നിക്ക പോവല്ലേ. ഉള്ളത് കൊണ്ടാണ് ഇതിനെ സൂപ്പർ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരുന്നില്ല. പിന്നെ നമ്മള് മുളക് എടുക്കും. നമുക്ക് ഇഞ്ചി ഇരിപ്പുണ്ട്, ഗാർലിക് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ മേടിച്ചായിരുന്നു. പിന്നെ
നമ്മൾ സാമ്പാർ വെക്കാൻ തോന്നുമ്പോൾ മാത്രമാണ് ഉരുളക്കിഴങ്ങ് മേടിക്കുന്നത്. പണ്ട് നമ്മൾ ഇഷ്ടം പോലെ ഉരുളക്കിഴങ്ങ് മേടിച്ച് എന്നും പൊട്ടറ്റോ ഫ്രൈ ആയിരിക്കും. ഇപ്പം നമ്മൾ കുറച്ച് എന്താ പറയുക റിച്ച് ആയിട്ട്. എന്നാണ് നമ്മുടെ മറ്റേ ഇത് വെളുത്തുള്ളി എടുക്കുന്നുണ്ടോ? വെളുത്തുള്ളി ഉണ്ട്. ഇനി അടുത്തത് ഉരുളക്കിഴങ്ങിനൊക്കെ ഇവിടെ വൻ വിലക്കുറവല്ലേ, 23 ഒക്കെ ഉള്ളൂ. ഒരെണ്ണത്തിനല്ലേ? എന്നാലും 1.29 ഉള്ളൂ. ആ ഒരു വലിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. ഇതിൽ കൂടുതലും മാഷ് കഴിക്കുന്നുണ്ട്. ബേക്ക്ഡ് പൊട്ടറ്റോ, മാഷ് പൊട്ടറ്റോ, ഇതൊക്കെ കേരളത്തിൽ കിട്ടുന്ന ജാക്കറ്റ് പൊട്ടറ്റോ അതിവിടെ കാണുമല്ലോ. അതും നമ്മൾ എടുക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് നീങ്ങി നിൽക്കുമോ? ഓക്കെ. ഇനി ഇതല്ലേ ക്യാരറ്റ്. ഇതാണ് ക്യാരറ്റ് നമ്മൾ എടുക്കും, അതുകൊണ്ട് എടുക്കുന്നില്ല. ഗ്രീൻ പീസ് വേണോ? ഗ്രീൻ പീസോ? ഗ്രീൻ ബീൻസ് നമ്മുടെ മറ്റേ അത് രണ്ട് ഞാൻ വെച്ചു. രണ്ട് വെച്ചില്ലേ? അതാണോ ഇതാണോ? ഇത് മറ്റേ നാരുള്ള ടൈപ്പാണ്. അരിയാൻ പാടാണ്. ഇതാ നമ്മളെടുക്കാറ്. ഇതിൻ്റെയൊക്കെ റേറ്റും കൂടെ നിങ്ങൾ പറയണ്ടേയാണ്. ഇതിന് 1.29. അത് നോർമൽ ബീൻസിന് 89 അതെടുക്കാം. പക്ഷെ പച്ച നിറത്തിലുള്ള സാധനങ്ങൾ കഴിക്കുന്ന തീരെ കുറവാണ്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചിക്കൻ മീറ്റാണ്. കാരണം എളുപ്പം ഉണ്ടാക്കാൻ ഒരു ദിവസം കൊണ്ട് തീരില്ല. എന്ന് വെച്ചാൽ 2 ദിവസമൊക്കെ ഇരിക്കും നമുക്ക് ഉണ്ടാക്കി. ഈ തോരനൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ട് നമ്മളങ്ങനെ അതൊന്നും മറ്റേ ചോറ് വയ്ക്കും. എല്ലാവരും വീട്ടിലുള്ളപ്പോൾ ഒക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്നും ചിക്കൻ ബീഫ് മടുത്തു ഞങ്ങൾ. ഇനി ഈ സെക്ഷനിലേക്ക് വരാൻ നേരത്ത് ഇത് പിടിക്കുക, ഞാൻ നേരെ പോവും. ഇത് മൈ ഡ്രീം ഗൈസ്, ഇതാണ് മൈ ഡ്രീം. ലെമൺ UK വന്നിട്ട് എല്ലാവരും മേടിക്കുന്ന നാരങ്ങ വെള്ളം. സ്പാർക്ലിംഗ് നാരങ്ങ വെള്ളം. അതിന്റെ തന്നെ വേറെ ഉണ്ട്, ഡയറ്റും ഉണ്ട്. സ്പ്രൈറ്റ് വരെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അവൻ ഉണ്ടാക്കിയ സ്പ്രൈറ്റ് ഈ ഡയറ്റും ഉണ്ട്. ഇതിനും ഇച്ചിരി ഇത് ഒരു കുത്തലുണ്ട്, ഈ കയ്പൊക്കെ ഉള്ള സാധനം. അത് ഇത് എടുക്കാറില്ല. ഇത് അബദ്ധത്തിൽ ഇതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്, ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഇത് നേരെ ചേഞ്ച് ആവുന്നില്ല. അത് കഴിഞ്ഞ് വന്നതേ ഫൈനൽ നമ്മുടെ ക്യാബേജ് ഒക്കെ പല ടൈപ്പുണ്ട്. നമുക്ക് ക്യാബേജ് ഒക്കെ ഇരിപ്പുണ്ട്. ഇവിടെ മറ്റേ നാട്ടിലത്തെ പോലെ തന്നെ റെഡും വൈറ്റും ക്യാബേജ് കിട്ടും. പിന്നെ ഒത്തിരി വെറൈറ്റി ചൈനീസ് ക്യാബേജ്, അങ്ങനെ കുറെ ക്യാബേജുകൾ കിട്ടും. ഇത് തന്നെ എന്താണ് എഴുതിയിരിക്കുന്നത്? സവോയ് ക്യാബേജ്. ഇതൊന്ന് സ്വീറ്റ് ഹാർട്ട് ക്യാബേജ്. സാലഡ് ഉപയോഗിക്കുന്നതാണ്. ഗൈസ്, ഇന്ന് വീട്ടിലൊരു ചലഞ്ച് ഉണ്ട് ഇവർക്ക് രണ്ടുപേർക്കും. കഴിഞ്ഞ തവണ ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പോയി ഒരു ലെറ്റ്യൂസ് മേടിച്ചു. അത് അതേപോലെ ഇരുന്ന് ചീഞ്ഞു പോകും. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ചലഞ്ചാണ്. പിന്നെ ഇവിടെ 2 ടൈപ്പ് ഒനിയൻ കിട്ടും. റെഡ് ഒനിയനും വൈറ്റ് ഒനിയനും. ബ്രൗൺ ഒനിയൻ, സോറി വൈറ്റ് അല്ല, ഇതാണ് ഉദ്ദേശിക്കുന്നത്. റെഡ് ഒനിയൻ. മറ്റത് ഇതിന് വെള്ളച്ചോവയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ സെയിം ഏകദേശം. ഇതിന് വിലക്കുറവാണ് ഗൈസ്, 95. ഇനി ഇത് നമ്മൾ തപ്പിയെടുക്കണം കേട്ടോ. ചീഞ്ഞതായിരിക്കും. ചീഞ്ഞതുണ്ട്, തപ്പട്ടേക്ക് ചകഞ്ഞെടുക്കുക. പലതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയതും ഉണ്ട് ചെറുതും ഉണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ കാണും ഇതിനകത്ത്. അത് ഒന്നും കൂടെ കാണിക്കുമോ? ഇല്ലല്ലേ. അതേതാണ്? ഇത് ഇങ്ങനെ ചളുക്കമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നോക്കിയാൽ അറിയാം. ഒരാളെടുക്കും, അത് കഴിഞ്ഞ് അടുത്ത ആൾക്ക് കൈമാറും, അടുത്ത ആൾ ചെക്ക് ചെയ്യും. അതുപോലെ റെഡ് ഒനിയനും ഇപ്പൊ കിട്ടാൻ ഭയങ്കര പാടാണ്. പെട്ടെന്ന് തീർന്നു പോകും. നമ്മൾ വരുമ്പോൾ 2 ഒക്കെ എടുത്തു. ഈ അർജുൻ മാത്രം ഒന്നും മിണ്ടുന്നില്ല. തൊണ്ടവേദനയാണോ? ഇവൻ ഞങ്ങൾ അറിയാണ്ട് എന്തോ പോയി കഴിച്ചു ഗൈസ്. നമ്മൾ 2 സവോള എടുത്തിട്ടുണ്ട്.
ഫൈനലി ചെക്കിങ് കൂടെ കഴിഞ്ഞ് നമ്മുടെ ട്രോളി ഇപ്പം തന്നെ അടിഭാഗം ഫില്ല്. മനുഷ്യന്മാരൊക്കെ മേടിക്കുന്ന കാണും പെട്ടി നിറയെ സാധനങ്ങൾ. ഇവര് ഈ കുറെ സാലഡിനുള്ള ഐറ്റം, പിന്നെ ഈ ക്യാൻഡ് സാധനങ്ങളൊക്കെ സോറി ക്യാൻ എന്താണ് മനസ്സിലായില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവൻ തിരുത്തിയായിരുന്നു. തിന്നല്ലേ അതൊക്കെ ഇവർ ഇഷ്ടം പോലെ മേടിക്കും. പിന്നെ ഇവർ ഇഷ്ടം പോലെ ജ്യൂസ് ഇടും. ഇനി നമുക്കിവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും എടുക്കാനില്ല. ഇനി നമുക്ക് എടുക്കാനുള്ള മീൻ എടുക്കണം. ചിലപ്പോൾ ഐസ്ക്രീം നല്ലതൊക്കെ ഉണ്ട്, അത് നോക്കിയെടുക്കും. അത്രയൊക്കെ ഉള്ളൂ. ഇനി ഇവിടെ വരുന്ന പെറ്റ്സിൻ്റെ സെക്ഷൻ ഇവിടുത്തെ ആൾക്കാർ എടുക്കുന്നത്. ഇവിടെയുള്ളവർ ഫുഡ് കഴിച്ചില്ലെങ്കിലും മെയിനായിട്ട് അവരുടെ പെറ്റ്സിന് ഫുഡ് അതവർക്ക് നിർബന്ധമാണ്. അപ്പോൾ പെറ്റ്സിനുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ. പൂച്ചയ്ക്ക് പോറിഞ്ച്, ഇത് മറ്റേ പെറ്റ് സെക്ഷനാ, പെറ്റ് ഫുഡ്സ്. ഇത് നമ്മുടെ ഇത് നമ്മൾ തലയണയാന്ന് ഓർക്കും. ഇത് തലയണയല്ല ഗൈസ്, ഇതാണ് മറ്റേ നമ്മുടെ നാട്ടിലെ ബിങ്കോ. ഇതിൻ്റെ അകത്തൊന്നും കാണിയല്ലേ, ഇതിൻ്റെ അകത്ത് ചെറിയ 30 ചെറിയ പാക്കറ്റ് ആയിരിക്കും. ഇത് ഇങ്ങനത്തെ സെക്ഷനാണ് ഫുള്ള്. ഇതൊന്നും അങ്ങനെ മേടിക്കാറൊന്നുമില്ല. ഫെറാറോ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കി വെക്കും ഗൈസ്, അത്രേ ഉള്ളൂ. ഇതെല്ലാം ക്രിസ്മസ് ഈസ്റ്റർ സ്പെഷ്യലാണ് ഗൈസ്. പിന്നെ ഇവിടെ ബേബീസിനുള്ള ഫുഡ്സ് ഉണ്ട്. ബേബീസിനുള്ള ഫുഡാണിത്. ഈസി, നമ്മുടെ നാട്ടിലെ പോലെ കുറുക്കൊന്നും ഇവിടെ കുറുക്കണ്ട, എല്ലാം പാക്ഡ് പ്യൂരി. എടുത്ത് കാണിച്ചേ. ഇത് ഓരോ ഫ്രൂട്ട്സിൻ്റെ ആണ്. ഇത് പെയറിൻ്റെ 4+ months, 4 മാസത്തെ മേലുള്ള പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ്. പക്ഷെ ഇതൊക്കെ ഇപ്പം നാട്ടിലും അവൈലബിൾ ആണ്. ഇനി നമ്മൾ മെയിനായിട്ടും നമ്മുടെ കൺമുമ്പിൽ കാണുന്നതാണ് വൈൻ ആൻഡ് ബിയർ. ചുമ്മാ കാണാം, നമ്മളതൊന്നും കഴിക്കാറില്ല. നമ്മൾ നല്ല പിള്ളേരായത് ഇതൊന്നും കുടിക്കില്ല. നമുക്ക് എന്തിനുള്ള മെഡിസിന് നമുക്കിവിടെ എല്ലാ സ്റ്റോറിലും അവൈലബിൾ ആയിരിക്കും. പാരസെറ്റമോള്, ആൻറ്റിബയോട്ടിക് ഇവിടെ ഇല്ല. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് അതുപോലെ കിട്ടുള്ളൂ. പക്ഷെ അതും ഡോക്ടർ അങ്ങനെയൊന്നും ഇവിടെ ആൻറ്റിബയോട്ടിക് കൊടുക്കില്ല. ഇവിടെ മെയിനാണ് പാരസെറ്റമോൾ. എന്ത് വന്നാലും പാരസെറ്റമോൾ. ഇവര് പറഞ്ഞ വൈൻ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഹെനക്കൽ ബിയർ ഗൈസ്. ഇത് 6 ബോട്ടിലാണ്, 6 പാക്ക്. ഇതൊക്കെ പിന്നെ ബിയർ സെക്ഷനൊക്കെയാണ്. കിങ് ഫിഷർ ഞങ്ങൾ ഒരു സ്ഥലത്ത് കണ്ടായിരുന്നു ഗൈസ്. ഇതൊക്കെ വൈൻ സെക്ഷനാണ്. ഇതിൻ്റെ അകത്ത് ബോട്ടിൽ സെക്ഷൻ എന്ന് പറയാൻ നേരത്ത് ഇത് മാത്രമേ ബോട്ടിൽ സെക്ഷനായിട്ട് വരികയുള്ളൂ. ഇത് കുഴപ്പമില്ലാത്ത ബ്രാൻഡാന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് പിന്നെ ഏതാ, അമററ്റോയും വലിയ കുഴപ്പമില്ലാത്ത ഗൈസ്. ഗോൾഡ് ഉണ്ട് ഗൈസ് ഇതിനകത്ത്. ഇത് നാട്ടിലൊക്കെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയ ഐറ്റാണ്. പക്ഷെ അതിനൊക്കെ ഇതിന് 600-700 രൂപയുള്ളൂ. ഇത് 500 അങ്ങനെ. ഞാൻ നാട്ടുകാർ പാർക്കിൽ ഇത് വേണമെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ചു. അതെ ഇപ്പം മേടിക്കും. ഇതൊക്കെ എന്താല്ലേ? അതെ എന്താല്ലേ.
ചീത്ത സാധനമാണ് ഗൈസ്, ആരും കഴിക്കരുത്, കുടിക്കരുത്. നല്ല പിള്ളേർ. ഗൈസ് ഞങ്ങളിത് ഇവിടെ സാധനങ്ങളെല്ലാം ഇവിടെ അടുക്കി വെച്ചു. ഇവർ ബില്ലിങ്ങിന് വേണ്ടി എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. നേരെ ആ ബില്ലടിക്കും. അവിടെ നിന്ന് അവർ ബില്ലടിച്ചിരിക്കുന്നു, തിരിച്ച് നമ്മുടെ കൊട്ടയിലേക്ക് പോകുന്നു. അവസാനം നമുക്കറിയാം എന്തോരായെന്നൊക്കെ. അവിടെ നിന്ന് അടിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ മേടിച്ചു ഇത്ര സാധനങ്ങൾക്ക് മൊത്തം 41. ഇപ്പം നാട്ടിലത്തെ 4000 രൂപയായി മൊത്തം. ഇത് പക്ഷെ നമ്മുടെ 1 വീക്ക് ആട്ടത്, അതിക്കൂടലൊന്നും നിൽക്കില്ല. 1 വീക്ക് തന്നെ ഞങ്ങൾ ഓടിക്കണം. പിന്നെ നമുക്ക് ഇതൊക്കെ കവറിലാക്കാം. ഇത് ഞങ്ങൾ കവറൊക്കെ നേരത്തെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വീണ്ടും നമ്മൾ പൈസ കൊടുക്കണം. ഇതൊക്കെ വീട്ടിൽ കൊണ്ട് ചുമ്മാ ഇടുകയുള്ളൂ. അപ്പം അതിൻ്റെ മേലെ നമ്മൾ വീട്ടിൽ നിന്ന് കവറൊക്കെ ആയിട്ട് വരുന്നതാണ് നല്ലത്. ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പം ഞങ്ങൾ ലിഡിലിൽ നിന്ന് വിടവാകുന്നു. ഇത് ഇവിടുത്തെ ഡൊണേഷൻ ഉണ്ടോ? നമുക്ക് സാധനം മേടിച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാവങ്ങൾക്ക് കൊടുക്കണ്ടേ. ഈ പുള്ളി ഇരിക്കുന്നുണ്ടോ? ഇതുപോലെ തന്നെ ഇവിടെ ചേഞ്ച് ഇഷ്ടമുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് സാധനം മേടിച്ച് ഇറങ്ങിയേക്കാണ് ഗൈസ്. വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് ഇവിടെ ഗൈസ്. ഇവിടെ വേക്കൻസി ഉണ്ട്. ഇത് സ്റ്റോറേജ് നൗ റിക്രൂട്ടിംഗ്. ഇപ്പൊ UK ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അതും മാഞ്ചസ്റ്ററിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഫ്രഷോം ഏരിയയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് നോക്കാം. ഗൈസ് നേരെ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അത് ഇവിടെ നിന്ന് ഔട്ട്ഡോറും കൂടെ എടുത്ത് ഞങ്ങളെല്ലാം സാധനം എല്ലാം മേടിച്ച്. ഒരു കാര്യം പറഞ്ഞു, ഇവൻ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ലിയോയിലെ വിജയ് ഞാൻ തന്നെ പറഞ്ഞു പറയിപ്പിച്ചു. അതൊക്കെ അത്രേ ഉള്ളു ഗൈസ്. ഞാൻ എന്ത് ചെയ്യാനാ, ലുക്കായി പോയി. സുബ്രഹ്മണ്യല്ല അത്. അപ്പം ഗൈസ് ഞങ്ങളുടെ ലിഡിലെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സോറി ഗൈസ്, അൽധിയിലെ വീഡിയോ ഇവിടെ വെച്ച് ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. കൈയൊക്കെ പൊക്കണം.